എല്ലാവർക്കും തസ്ലിമ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്തല്ല വീഡിയോ ഇന്ന് ജൂൺ 23 ആണ്. ആക്ച്വലി വീഡിയോ വരെ ഒന്നെങ്കിൽ ജൂൺ 24 അല്ലെങ്കിൽ 25 വയ്ക്കും. അതുകൊണ്ട് ഞാൻ ജൂൺ 23 സ്പെഷ്യലായിട്ട് പറയാൻ കാരണം നമ്മൾ ഈ ഇൻട്രോ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ ഉണ്ടാവും. ചിലപ്പോൾ വണ്ടി പോയ സൗണ്ടൊക്കെ കേൾക്കാൻ മതിയാവും. സോ നമ്മൾ മാക്സിമം സൗണ്ട് ഇട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. സോ വേറെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് സംതിങ് സോ സ്പെഷ്യൽ ഫോർ അസ്. എന്താ കാര്യം യെസ്, ജൂൺ 23 എൻ്റെ ഒപ്പൻ്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പോർച്ചുഗലിൻ്റെയും ഉസ്ബെക്കിസ്ഥാൻ്റെയും കളിയാണ് ഇന്ന് രാത്രി 10:00. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ നിൽക്കാറ്. ആസ് എ പോർച്ചുഗൽ ഫാൻ എന്ന് എനിക്ക് എന്തായാലും അത് നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കളി അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് നമുക്ക് നമ്മളെ സെൽഫിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഒപ്പൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഇല്ല. ബട്ട് തിച്ചിൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. ഇപ്പൻ്റെ എന്നല്ല, നമ്മളെ ഫാമിലിത്തെ എല്ലാവരുടെയും ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ് ഈ ചാനൽ തുടങ്ങിയിട്ട്. അങ്ങനെ ഒരു സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷം പിന്നെ ചെറിയ ചെറിയ സർപ്രൈസുകളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടുക്കച്ച വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾക്കത് സ്പെഷ്യലാണ്. കാണുന്ന നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ അത്ര തന്നെ. അതെന്നെ അളിയന് അറിയാണ്ടൊരു ഗിഫ്റ്റ് ഞാൻ കൊടുത്ത് സർപ്രൈസ് ആയിട്ട് കൊടുത്ത്. അപ്പം അതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ബിക്കോസ് യു ആൾസോ ആസ് എ ഫാമിലി മെമ്പർ ഓഫ് അസ്. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് നിങ്ങളും. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള വീഡിയോസിനെ പോലെ തന്നെ ഈ വീഡിയോസിലും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ഓരോ കമൻസും അത്രയും വിലയേറിയതാട്ടോ. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഇതാട്ടോ എൻ്റെ തെച്ചിൻ്റെയും. അപ്പം ഇന്ത്യ കോസ്റ്റ്യൂമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമന്റിൽ ഇടാം. തെച്ചിന്റെ ഡ്രസ്സാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ഹാർട്ട് കമന്റിൽ ഇടട്ടോ. അപ്പൊ മാർക്കരുത്. ഇന്ത്യ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഇത് ദിവസം ഇട്ടതാണ്. അപ്പൊ നമുക്ക് ഇട്ടത് ഇതാക്കത്ത് പോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പൊ നമുക്ക് ഞാൻ ഇതില് എന്താ പറയാ വഴി ഞങ്ങൾ കാണാം. ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല. ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്താ, എൻ്റെ അമ്മ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന്, ഇന്നത്തെ സ്പെഷ്യലായിട്ട് കാണുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കല്ല. ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ വീഡിയോയുടെ കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പം എന്താ അപ്പം വീഡിയോ കണ്ടുവരും. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള അളിയന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിത് ആരോടും പറഞ്ഞില്ല കേട്ടോ. ഞാനിത് എൻ്റെ ബാഗിൽ തന്നെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് വന്നത്. അലിൻ്റെത് പിന്നെ ഞാൻ എടുത്തിട്ട് അൺബോക്സ് ചെയ്യുന്നതിനും അവിടുന്ന് ഗിഫ്റ്റൊക്കെ ആക്കിയിട്ട് വന്ന് ഇവിടെ വെച്ച് അഫിക്കും അളിയനും എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അലിക്ക് മാത്രം കാണിച്ചു കൊടുത്തില്ല. പിന്നെ നിങ്ങൾക്കും കാണിച്ചു തന്നില്ല. ഇൻഷാ അല്ലാഹ് അത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വേറെ ഒന്നുമല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്ന് അളിയന് ഓർഡർ ചെയ്തിട്ട്. ഞാൻ എപ്പോഴും അവിടെ നിന്ന് തന്നെയാണല്ലോ ഓർഡർ ചെയ്യല്ലേ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു ടീഷർട്ട് കേട്ടോ. അപ്പോൾ ഈ കളറ് എനിക്ക് ഭയങ്കര ലൈക്കായിട്ട് തോന്നിയിട്ടോ. ലാവണ്ടർ കണ്ടപ്പോൾ ലാവണ്ടർ നല്ല കളറാണല്ലോ. അപ്പോൾ അളിയനിക്ക് എന്നൊരു വിശ്വാസത്തിൽ വാങ്ങിച്ചാട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചോക്ലേറ്റും. അത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നല്ല, അത് ഇവിടുന്ന് വാങ്ങിച്ചാട്ടോ ഞാൻ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് 22-ാം തീയതി നൈറ്റ് ദിലൂന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ സെറ്റാക്കി വെച്ചു. അപ്പോൾ 22-ന് കൊടുക്കണോ 3-ന് കൊടുക്കണോ എന്നുള്ളതില്ല. അപ്പോൾ 3-ന് തന്നെ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് അളിയൻ്റെ സ്വന്തം ഭാര്യേൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് കേട്ടോ. അതായത് അഫീൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞു. ഞാനും അഫീൻ തന്നെ കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് സെലിബ്രേഷനൊന്നും ഇല്ലല്ലോ, നമ്മുടെ ഫാമിലി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അളിയനിതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ അഫി സെറ്റാക്കി കേട്ടോ. കപ്സ വെച്ചു, നല്ല അടിപൊളി കപ്സായിരുന്നു. പിന്നെ നല്ല അടിപൊളി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. വേറെ ഒന്നല്ല, അടിപൊളി ചിക്കൻ പൊരിച്ചായിരുന്നു. അതിൻ്റെ മസാല ഒന്നും എനിക്കറിയില്ല. അമ്മ വരെ ചോദിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ ഫുഡ് കണ്ടായിരിക്കും അലി ഭയങ്കര ഇതൊക്കെ തിന്നാൻ നിൽക്കാന്ന്. അക്ഷരമല്ല കേട്ടോ, തെറ്റിപ്പോയി. ഓൺ വോയിസ് കൊടുക്കുമ്പോൾ തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം ഗൈസ്. ഒരു സാധനം കുട്ടി കഴിക്കില്ല, കുട്ടിക്ക് ഇതൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വൈഫ് ഒക്കെ സെറ്റാക്കി ടേബിളിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേക്ക് ഓർഡർ ചെയ്ത് വന്നത്. അപ്പോൾ കേക്കൊക്കെ ഓർഡർ ചെയ്ത് കേക്ക് ഇതാ വരുന്നത് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഇക്ക. കേക്കിൻ്റെ പേര് ഹാപ്പി ബർത്ത്ഡേ ഇക്ക എന്നല്ല കേട്ടോ, ഡെത്ത് ചോക്ലേറ്റ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എഴുതിച്ചത് അങ്ങനെയാണ്. അത് അഫി കൊടുക്കുകയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സർപ്രൈസ് അളിയന് ഫസ്റ്റ് ഇപ്പോൾ കാണാൻ പോകുന്നല്ലോ കേട്ടോ. അളിയന് ഫുഡ് കണ്ടപ്പോൾ ചോദിച്ചു ഇന്നത്തെ കപ്സ. അപ്പോൾ പറഞ്ഞു നിങ്ങളെ ബർത്ത്ഡേ അല്ലേ അളിയൻ അതറിയാം. പക്ഷെ എന്നാലും ഇവളിത് വെച്ചപ്പോൾ
അതിലൊന്നും ഇതായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കണ്ടിട്ട് ഞാൻ പിന്നെ ഓൺ വോയിസ് കൊടുത്താട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇവിടെയുള്ള ഈ ഒരു സംഭാഷണം. വേറെ ഒന്നുമല്ല, പിന്നെ ഞാനും ഉമ്മയും പിന്നെ ടി വിയിലെ മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് കയറുമെന്ന് ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുത്തത്. അപ്പോൾ അളിയങ്ങനെ പറയുന്നത് കേട്ടോ മാഷാ അല്ലാന്ന്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ആ ടീഷർട്ടാണ് അളിയന് ഇട്ടത്. എൻ്റെ ഇത് കൊടുത്തപ്പോഴും പറഞ്ഞു മാഷാ അല്ലാ എന്നൊക്കെ. അപ്പോൾ അളിയന് ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ സെക്കൻഡ് പരിപാടിയാണ് ഇത്. അതായത് കേക്ക് കട്ടിങ്ങും പായസം കേക്കും ഇല്ലാതെ എന്ത് ബർത്ത്ഡേ അല്ലേ. അപ്പോൾ അളിയൻ്റെ 3 മക്കളെ കൂടെ, അതായത് 3 മക്കളിൽ ഒരു മോള് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പിന്നെ ദിലു പറഞ്ഞ പോലെ ദിലുവിനെ എല്ലാവർക്കും അറിയാലോ. പിന്നെ ബർത്ത്ഡേൻ്റെ കേക്ക് ഹാപ്പി ടു യു കേക്ക് കണ്ടാൽ പിന്നെ അലിമോൻ അവിടെ വീഴും കേട്ടോ. വേറെ ഒന്നും എനിക്ക് വേണ്ട. ഹാപ്പി ടു യു കണ്ടിട്ടില്ലായിരുന്നു വാങ്ങി കൊണ്ടുവന്നപ്പോൾ. അങ്ങനെ പിന്നെ അവരൊപ്പക്ക് അവരെല്ലാവരും ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അഫി കൊടുക്കുന്നുണ്ട്, അളിയൻ തിരിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അൽഹംദുലില്ലാ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നല്ല അടിപൊളി മഴയാണ്. അപ്പോൾ ആ മഴ പെയ്തപ്പോൾ എനിക്ക് തോന്നി ഒരു പാട്ട് പാടാം. അപ്പോൾ നമുക്ക് ആ വ്യൂ ഒന്ന് കണ്ടാലോ. അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ കണ്ടല്ലോ. ഞാനൊരു പാട്ടൊക്കെ അങ്ങോട്ട് പാടി. വേറെ ഒന്നല്ല, ഞാനും ഇതിലും കൂടി അങ്ങോട്ട് അളിയൻ അങ്ങോട്ട് കിടക്കാനും പോയി, അഫി അങ്ങോട്ട് കിടക്കാൻ പോയി, ഉമ്മ അങ്ങോട്ട് കിടക്കാൻ പോയി. ഞാൻ ഇതിലും എന്ത് ചെയ്തു, ജാസി പിന്നെ ഫോൺ തോണ്ടി കളിക്കുകയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും നേരെ പോയി ഫോട്ടോസ് എടുത്തു, റീൽസ് എടുക്കാൻ നോക്കി, ഒക്കെ മൂഞ്ചി ഗൈസ് മൂഞ്ചി. പക്ഷെ നല്ല മഴ അങ്ങോട്ട് പെയ്തു. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് പറയട്ടെ വിചാരിച്ചിട്ട് എന്താ പറയുക, കുറച്ച് ഫോട്ടോസ് എടുത്തു. ഒന്നും തൃപ്തി അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ എന്താ പറയുക, ഫോട്ടോസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനും ഇതിലും അപ്പോൾ പിന്നെ ഒരു 5:30-5:45 അപ്പോൾ അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൽ അകത്തേക്ക് തന്നെ കയറി. അപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ആക്കുക. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് അതുതന്നെയാണ്. ആരെ ബർത്ത്ഡേ ആയാലും കല്യാണമായാലും നമുക്ക് സെൽഫി എടുക്കണം. അതിൽ പറഞ്ഞത് സത്യമാണ്. എൻ്റെ അതേ സ്വഭാവമാണ് ഇതിലൂന് കേട്ടോ. എൻ്റെ ഡ്രസ്സ് പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ ഡ്രസ്സാണ് ദിലു ഇട്ടത്. ദിലുവിന് ഞാൻ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത ചെറിയ പെരുന്നാളിൽ സാധാ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ പിന്നെ ആ കണ്ണട വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണട എടുത്തിട്ട് ഓളും വെച്ചു, ഞാനും വെച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും അടുത്തുള്ള അയൽവാസികൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് അളിയൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ഞങ്ങളാണത് ആഘോഷിച്ചത്. കാരണം വേറെ എവിടെയും പോയിട്ടല്ല, നമ്മളെ വീട്ടുകാർ മാത്രം ഒത്തുചേർന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ. പിന്നെ ഈ ഒരു ഫോട്ടോസ് എനിക്കൊരു മനസ്സിൽ പിന്നെയെങ്കിലും ഇഷ്ടം തോന്നിയൊരു ഫോട്ടോസാണ് ഇപ്പം ഈ കാണുന്നതും. തൊട്ട് മുമ്പ് വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്. ഇതിൽ പാവം അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കണം എൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താ കുറച്ചുകൂടി ഒരു യൂസ്ഫുൾ ആണ്. അപ്പം കണ്ടല്ലോ, അതെ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ഇനിയും ഇതുമാതിരത്തെ വീഡിയോസ് വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ഇനിയൊരു ബർത്ത്ഡേ കൂടെ ഉണ്ട്. 1 അല്ല 2 അല്ല 3 ബർത്ത്ഡേസ് ആണ് ഇനി അപ്കമിങ് ആയിട്ട് വരാൻ പോണത്. ബട്ട് അതിൽ ഏറ്റവും അടുത്തായിട്ടുള്ളത് ഒറ്റൊന്നാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് കുറച്ച് ഡിഫറൻസ്. യെസ്, അപ്പോൾ അത് ആരെ ബർത്ത്ഡേ ആണ്, എന്ത് ബർത്ത്ഡേ ആണ്, എങ്ങനത്തെ ബർത്ത്ഡേ എന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുവരെ ഞാൻ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.